മസ്തിഷ്ക മരണം ഡയറക്റ്റഡ് ബൈ കൃഷാന്ത്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ പങ്ക് മൂവി. നമ്മുടെ കേരളം ഒരു 20 വർഷങ്ങൾക്ക് ശേഷം 2046 എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രിമൈസിലാണ് സിനിമയുടെ കഥ പറയുന്നത്. കൊച്ചിയാണ് മെയിൻ ലൊക്കേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. നിയോ കൊച്ചി ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. സിനിമയുടെ മേക്കിംഗ് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതിൽ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ ഒരുപാട് ഗ്രാഫിക്സും AI ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വേർഷൻ സിനിമയിൽ വരുന്നുണ്ട്. ഒരാളുടെ മെമ്മറി മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഈ സൈമൺസ് മെമ്മറി ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. പലർക്കും ചിന്തിക്കാൻ പറ്റും, പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിലൊരു സംശയം ഉണ്ടായിരുന്നു. അതാണ് കൃഷാന്ത് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. പക്ഷെ ഗംഭീര സിനിമ തന്നെയാണ്. നിങ്ങളൊരു കൃഷാന്ത് ഫാൻ ആണെങ്കിൽ, കൃഷാന്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, കൃഷാന്തിന്റെ എക്സ്പീരിമെന്റ്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർക്കാകും. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം എടുത്തു പറയേണ്ടതാണ്. ഡയറക്ഷനും മേക്കിങ്ങും ഇതിന്റെ ഗ്രാഫിക്സും VFXും AI യൂസേജും അതുപോലെ തന്നെ മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം എടുത്തു പറയേണ്ടതാണ്. കൃഷാന്ത് തന്നെയാണ് മൂവി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൊണ്ടും ഒരു വെൽ പാക്ഡ് സിനിമ തന്നെയാണ്. പിന്നെ എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വർക്കിയാണ്. വർക്കിയുടെ മ്യൂസിക് സിനിമയെ അത്രത്തോളം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗംഭീര മ്യൂസിക് തന്നെയാണ്. പിന്നെ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിലെ ആക്ടേഴ്സ് തന്നെയാണ്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. അതിലെടുത്ത് പറയേണ്ട 2 പേരുടെ പെർഫോമൻസ് ആണ് രജിഷ, നിരഞ്ജ് മണിയൻപിള്ള രാജു. രജിഷ നമുക്കറിയാം, ഒരു വളരെ നല്ലൊരു പെർഫോമർ തന്നെയാണ്. പല സിനിമകളിലൂടെ പല പെർഫോമൻസ് നമ്മൾ കണ്ടു. അതിൽ നിന്നെല്ലാം രജിഷ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഒരു നല്ല പെർഫോമർ ആണ് എന്നുള്ളത്. ഇതിലേക്ക് വരുമ്പം ഒരു ഫ്രിഡ സോമൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആയി തന്നെയാണ് എത്തുന്നത്. 2046 വരുമ്പം ആ സമയത്തെ സിനിമകളും അവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട് ഈ ഫ്രിഡ സോമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ രജിഷ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നിരഞ്ജിന്റെ ഒരു ഗ്രാഫ് നമ്മൾ കാണുന്നതാണ്. ഈ ഒരു സിനിമയാണ് ശരിക്കും നിരഞ്ജ് ഒരു ബ്രേക്കിന് വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇത് ശരിക്കും നിരഞ്ജിന് ഒരു ബ്രേക്ക് തന്നെയാണ്. ബിമൽ എന്ന കഥാപാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് നിരഞ്ജ് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകൾ എല്ലാവരും, വിഷ്ണു അഗസ്ത്യ, ദിവ്യപ്രഭ, ആൻസലീം, ശംഭു, രാഹുൽ രാജഗോപാൽ, നന്ദു, സുരേഷ് കൃഷ്ണ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവർ എല്ലാവരും, പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ, എല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ട് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിഷ്വൽസ് കൊണ്ടും ഇതിന്റെ മ്യൂസിക് കൊണ്ടും ഇത് തിയേറ്ററിൽ നമുക്ക് ഹൈ തരുന്ന ഒരു സിനിമയാണ്. അത് ആ തിയേറ്ററിൽ അതിൻ്റെ ആ ഒരു കളർഫുൾ ഫ്രെയിംസും അതിൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു പല എക്സ്പെരിമെന്റ്സ് ഇതിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടും ഇത് തിയേറ്ററിന് വേണ്ടി ചെയ്തിട്ടുള്ള സിനിമയാണ്. കൃഷാന്ത് സിനിമകൾ നമുക്കറിയാം പലപ്പോഴും ഫെസ്റ്റിവൽസിന് പോയി, അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് 4 സംഘം വെബ് സീരീസ്, അത് ഡയറക്റ്റ് OTT നമ്മളെല്ലാവരും കണ്ടു. കൃഷാന്തിന്റെ ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് തിയേറ്ററിക്കൽ ഫിലിമായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ്. സോ നിങ്ങൾ എക്സ്പെരിമെന്റൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ ഒരു ഗംഭീര അനുഭവം തരാൻ പോകുന്ന സിനിമ തന്നെ ആയിരിക്കും മസ്തിഷ്ക മരണം. അപ്പം തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക.